നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. മണിപ്പൂരിൽ അയവില്ലാതെ സംഘർഷം. കേന്ദ്രമന്ത്രി രാജ്കുമാർ രഞ്ജൻ സിംഹിന്റെ ഇംഫാലിലെ വസതിക്ക് അക്രമികൾ തീയിട്ടു. അക്രമസമയത്ത് മന്ത്രി വീട്ടിലുണ്ടായിരുന്നില്ല. മനുഷ്യത്വരഹിതമായ നടപടിയാണ് അക്രമികൾ സ്വീകരിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി പ്രതികരിച്ചു. സുരക്ഷാസേനയും ആൾക്കൂട്ടവും പലയിടങ്ങളിലും ഏറ്റുമുട്ടി. സംഘർഷത്തിൽ ഇന്നലെ മാത്രം 9 പേരാണ് കൊല്ലപ്പെട്ടത്. മോൺസൺ മാവുങ്കൽ തട്ടിപ്പ് കേസിൽ കെപിസിസി അധ്യക്ഷൻ കെ സുധാകരന് ആശ്വാസം. ഈ മാസം 21 വരെ സുധാകരനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. കെ സുധാകരനെതിരെയുള്ളത് കെട്ടിച്ചമച്ച കേസാണെന്ന് ഒറ്റനോട്ടത്തിൽ മനസ്സിലാകുമെന്ന് പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു സംഘം പോലീസിനെ ഹൈജാക്ക് ചെയ്യുകയാണ്. പോലീസിനെ ഉപയോഗിച്ച് മാധ്യമപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാനാണ് ശ്രമമെന്നും വി ഡി സതീശൻ പറഞ്ഞു. സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസ് എന്ന് അഭിമാനം ഉണ്ടായിരുന്ന പോലീസ് ഒരു സംഘം കേരളത്തിലെ പോലീസിനെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു സംഘം കേരളത്തിലെ പോലീസിലെ ഹൈജാക്ക് ചെയ്തിരിക്കുക. എന്നിട്ട് അവരാണ് തീരുമാനിക്കുന്നത്. അതിനെതിരായി നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെയൊന്നും വെച്ചു ഉറപ്പിക്കില്ല. അവരെ സ്ഥലം മാറ്റും, അവരെ സസ്പെൻഡ് ചെയ്യും. സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു പ്രസക്തിയില്ല. സർക്കാരിന് വിടുവേല ചെയ്യുന്നവർക്ക് മാത്രമേ ഉള്ളൂ. വ്യാജ സർട്ടിഫിക്കറ്റ് കേസിലെ പ്രതി കെ വിദ്യ 11ാം ദിവസവും ഒളിവിൽ. വിദ്യ കോഴിക്കോട്ടേക്ക് കടന്നുവെന്ന സൂചന ലഭിച്ചതോടെ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. വിദ്യയുടെ വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം ആരംഭിച്ചു. സംഘം അട്ടപ്പാടി ഗവൺമെന്റ് കോളേജിൽ രേഖകൾ പരിശോധിച്ചു. സർവകലാശാലകളിൽ ഇടതുപക്ഷ സ്വജനപക്ഷപാതം നടക്കുന്നുവെന്ന് ആരോപിച്ചും മന്ത്രി ആർ ബിന്ദുവിന്റെ രാജി ആവശ്യപ്പെട്ടും ABVP നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ച് അക്രമാസക്തമായി. പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിവീശി. പ്രകടനമായി എത്തിയ പ്രവർത്തകർ ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ചു. 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പിരിഞ്ഞു പോകാതെ നിന്ന പ്രവർത്തകർ പോലീസിന് നേരെ കല്ലും ഇഷ്ടികയും എറിഞ്ഞു. കല്ലേറിൽ ABVP പ്രവർത്തകയ്ക്ക് തലയ്ക്ക് പരിക്കേറ്റു. പോലീസ് നടപടിയിൽ 4 പ്രവർത്തകർക്കും പരിക്കേറ്റു. 20ഓളം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കെ വിദ്യയെ CPM നേതാക്കളാണ് സംരക്ഷിക്കുന്നതെന്നും അതിശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. വിദ്യയെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ AKG സെന്ററിൽ പരിശോധന നടത്തിയാൽ മതി. സംസ്ഥാനത്തെ നിയമവാഴ്ച തകർന്നെന്നും കെ സുരേന്ദ്രൻ പ്രതികരിച്ചു. വ്യാജരേഖ ചമച്ച് വലിയ തട്ടിപ്പ് നടത്തിയ SFI നേതാവിനെ CPM നേതാക്കളാണ് സംരക്ഷിക്കുന്നത്. അത് അന്വേഷിക്കാൻ പോലീസിന് സമയമില്ല. എന്നാൽ അതിനെതിരെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ അതിക്രൂരമായിട്ട് മർദ്ദിക്കാനാണ് പോലീസ് തയ്യാറായിട്ടുള്ളത്. ശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. വിദ്യാർത്ഥികളെ അടിച്ചൊതുക്കാൻ KSU നേതാവിന്റെ പേരിൽ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് പുറത്തുവന്ന സംഭവത്തിൽ വിശദീകരണവുമായി കേരള സർവകലാശാല. ആ രജിസ്റ്റർ നമ്പറിൽ സർവകലാശാല സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല. ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചു എന്ന പരാതി വന്നാൽ പോലീസിനെ സമീപിക്കുമെന്നും കേരള സർവകലാശാല VC മോഹൻ കുന്നുമൽ വ്യക്തമാക്കി. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ സൂക്ഷ്മ പരിശോധന നാളെ. വനിതകൾ ഉൾപ്പെടെ 13 പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. മത്സരചിത്രം വ്യക്തമായതോടെ AI ഗ്രൂപ്പുകൾ അണിയറ നീക്കങ്ങൾ സജീവമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ A ഗ്രൂപ്പിലെ പ്രബല വിഭാഗം ഉയർത്തുന്ന പ്രതിഷേധം മുതലെടുക്കാനുള്ള തന്ത്രമാണ് I ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത്. അതേസമയം അബിൻ വർക്കിക്കെതിരെ OJ ജനീഷ് മത്സരിക്കാനുള്ളത് I ഗ്രൂപ്പിന്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുമെന്ന വിലയിരുത്തലാണ് രാഹുൽ അനുകൂലികൾ. പാർട്ടിക്കകത്ത് നിന്ന് നേതൃത്വത്തിന് വെല്ലുവിളിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പണ്ട് എന്നും ഗ്രൂപ്പ് യോഗമായിരുന്നു. ഇപ്പോൾ 5 നേതാക്കൾ ചേർന്നിരുന്നാൽ വാർത്തയാണ്. ചെറുപ്പക്കാർ കോൺഗ്രസിന്റെ ചൈതന്യമാണെന്നും പരിചയസമ്പന്നർ ബുദ്ധികേന്ദ്രമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ കക്ഷി ചേരില്ലെന്നും സതീശൻ വ്യക്തമാക്കി. എറണാകുളം ജില്ലാ സ്പോർട്സ് കൌൺസിൽ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കിയതിൽ വിശദീകരണവുമായി PV ശ്രീനിജൻ MLA. പാർട്ടി തീരുമാനത്തിൽ അസ്വാഭാവികതയില്ലെന്നും അധിക ചുമതല ഒഴിവാക്കി തരണമെന്നാവശ്യപ്പെട്ട് നേരത്തെ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്നും ശ്രീനിജൻ പറഞ്ഞു. MLA ആയതിനു ശേഷം ഞാൻ പാർട്ടിക്ക് തന്നെ ഒരു നിർത്തും. കാരണം പാർട്ടി ഏൽപ്പിച്ച ചുമതലയാണ്. അപ്പോൾ പാർട്ടിക്ക് തന്നെ ഞാനൊരു അഭ്യർത്ഥിച്ചു. ഇത് തന്നെ ഈ ചുമതലയിൽ നിന്ന് എന്നെ രാജിവെക്കാനുള്ള എന്നെ അനുവാദം തരണമെന്ന് പറഞ്ഞു.
പാർട്ടി ഇന്നലെ കൂടിയ ജില്ലാ കമ്മിറ്റിയിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തതായിട്ടാണ് നിങ്ങളിൽ നിന്ന് അറിയുന്നത്. പാർട്ടി ഔപചാരികമായിട്ട് തന്നെ അറിയിച്ചിട്ടില്ല. ഉചിതമായ തീരുമാനം അറിയിക്കുന്ന മുറയ്ക്ക് രാജിക്കത്ത് കൊടുക്കാൻ ഞാൻ സന്നദ്ധനാണ്. മിനി കൂപ്പർ വിവാദത്തിൽ പാർട്ടി നടപടി അംഗീകരിക്കുന്നതായി പി കെ അനിൽകുമാർ പറഞ്ഞു. പാർട്ടി എന്ത് പറഞ്ഞാലും അംഗീകരിക്കും. CPM-ൽ ഉറച്ചു നിൽക്കുമെന്നും അനിൽകുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. കണ്ണൂർ പാടിയോട്ടുശാലയിൽ CPM-ൽ അംഗങ്ങളെ പുറത്താക്കിയത് സ്ഥിരീകരിച്ച പാർട്ടി ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. തെറ്റായ സാമ്പത്തിക ഇടപാടിൽ പെട്ടതിനാണ് നടപടി. പാർട്ടി അന്വേഷണ കമ്മീഷൻ കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി. ഇരകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊപ്പമാണ് പാർട്ടിയെന്നും MV ജയരാജൻ പറഞ്ഞു. CPM-ന്റെ അഴിമതിപ്പണം പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഊരാളുങ്കൽ സൊസൈറ്റി എന്ന് പ്രതിപക്ഷ നേതാവ്. എല്ലാ കരാറുകളും അവർക്കാണ്. ആ പാത അവസാനിക്കുന്നത് ആ പെട്ടിയിരിക്കുന്ന സ്ഥലത്താണെന്നും ആ പെട്ടി മുഖ്യമന്ത്രിയുടെ വീട്ടിലാണെന്നും VD സതീശൻ ആരോപിച്ചു. AI ക്യാമറ വിവാദത്തിൽ കോടതിയെ സമീപിക്കാൻ കോൺഗ്രസ്. തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ചെന്നിത്തലയും VD സതീശനും സംയുക്തമായാണ് ഹർജി നൽകിയത്. ഇന്ന് അഭിഭാഷകനെ കാണുന്നുണ്ട്. ഇന്നോ നാളെയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ ഞങ്ങൾ ഫയൽ ചെയ്യും. അതിന് കുറേ നടപടിക്രമങ്ങളുണ്ടായിരുന്നു. അത് പൂർത്തീകരിച്ച് ഞാനും പ്രതിപക്ഷ നേതാവ് VD സതീശനും കൂടി അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം മുഖേന കേസ് നാളെയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ കൊടുക്കും. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുക്കും. സംയുക്തമായിട്ടാണ് കൊടുക്കുന്നത്. ആയുധക്കടത്ത് കേസിൽ TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി TK രജീഷിനെ ബംഗളൂരു പോലീസ് ചോദ്യം ചെയ്തു തുടങ്ങി. കേരളത്തിലേക്കുള്ള തോക്കുകടത്ത് കേസുമായി ബന്ധപ്പെട്ടാണ് ബംഗളൂരു പോലീസ് രജീഷിനെ ചോദ്യം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് കർണാടക പോലീസ് ചോദ്യം ചെയ്യുന്നതിനായി രജീഷിനെ കസ്റ്റഡിയിലെടുത്തത്. ബംഗളൂരുവിലെ രഹസ്യ കേന്ദ്രത്തിലെത്തിച്ചാണ് ചോദ്യം ചെയ്യൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ശേഷിക്കെ സംസ്ഥാനത്ത് തന്ത്രങ്ങൾ ഒരുക്കി BJP. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനെ ഉൾപ്പെടെ കളത്തിലിറക്കാനാണ് ആലോചന. നിർമ്മല സീതാരാമനെ തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്നുണ്ട്. V മുരളീധരനും സുരേഷ് ഗോപിയും മത്സരരംഗത്തുണ്ടാകുമെന്നും ഉറപ്പായി. V മുരളീധരൻ ആറ്റിങ്ങലിൽ മത്സരിച്ചേക്കും. നരേന്ദ്രമോദിക്ക് ഒരവസരം കൂടിയെന്ന ചുവരെഴുത്തുകളും തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. അതേസമയം RSS വാർഷിക സമ്മേളനം കൊച്ചിയിൽ തുടരുകയാണ്. സംസ്ഥാന BJP ഘടകത്തിൽ പിടിമുറുക്കാനാണ് RSS തീരുമാനം. രാജസേനനും ഭീമൻ രഘുവിനും പിന്നാലെ രാമസിംഹൻ എന്ന അലി അക്ബറും BJP വിട്ടു. പാർട്ടി സംസ്ഥാന സമിതി അംഗമായിരുന്ന അദ്ദേഹം നേരത്തെ എല്ലാ സ്ഥാനങ്ങളും ഒഴിഞ്ഞിരുന്നു. BJPയുടെ പ്രാഥമിക അംഗത്വവും ഒഴിവാക്കുകയാണെന്ന് കാണിച്ച് രാമസിംഹൻ പാർട്ടി അധ്യക്ഷൻ K സുരേന്ദ്രന് കത്ത് നൽകി. ഫേസ്ബുക്കിലൂടെയാണ് പാർട്ടി ബന്ധം പൂർണ്ണമായും ഉപേക്ഷിച്ചതായി അലി അക്ബർ വ്യക്തമാക്കിയത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ വടകര സ്ഥാനാർത്ഥിയായിരുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തോറ്റെങ്കിലും സംഘപരിവാർ ആശയങ്ങൾക്കൊപ്പം തുടർന്നു. BJP വിട്ട് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകുമോ എന്ന കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അലി അക്ബർ നേരത്തെ തന്നെ ഭാരവാഹിത്വങ്ങൾ രാജിവെച്ചതാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. BJPയിലെ കൊഴിഞ്ഞുപോക്ക് പരിശോധിക്കും. കലാകാരന്മാർക്ക് എല്ലാ കാലത്തും മികച്ച സ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ട്. പുതുതായി വരുന്ന എല്ലാവർക്കും നല്ല സ്ഥാനങ്ങൾ നൽകി. എല്ലാവരുടെയും പ്രതീക്ഷയ്ക്കനുസരിച്ച് സ്ഥാനങ്ങൾ നൽകാൻ പറ്റിയ സ്ഥിതിയല്ല കേരളത്തിൽ BJPയുടേതെന്നും സുരേന്ദ്രൻ കൊച്ചിയിൽ പറഞ്ഞു. മദ്യലഹരിയിൽ വീടിനുള്ളിൽ അതിക്രമിച്ചു കയറിയ പോലീസ് ഉദ്യോഗസ്ഥനെ നടുറോഡിൽ കൈകാര്യം ചെയ്ത് നാട്ടുകാർ. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലാണ് ടെലികമ്മ്യൂണിക്കേഷൻ CPO R ബിജുവിന് മർദ്ദനമേറ്റത്. അതിക്രമിച്ചു കയറിയതിന് ബിജുവിനെതിരെയും മർദ്ദിച്ചതിന് നാട്ടുകാർക്കെതിരെയും കേസെടുത്തു. ജോലിക്ക് ഹാജരാകാത്ത ബിജുവിനെതിരെ വകുപ്പ് തല നടപടികൾ നടക്കുന്നതായി പോലീസ് വ്യക്തമാക്കി. ഇടുക്കി അടിമാലിയിൽ മധ്യവയസ്കനെ കുത്തിക്കൊലപ്പെടുത്തി. അടിമാലി കൊരങ്ങാട്ടി കട്ടിലാനിക്കൽ സാജനാണ് കൊല്ലപ്പെട്ടത്. അടിമാലി തലമാലി സ്വദേശി അനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ രാത്രി 11 മണിയോടെയാണ് സംഭവം. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് സൂചന. കാപ്പ കേസിൽപ്പെട്ട് അടുത്തിടെ അനീഷ് ജയിലിലായിരുന്നു. 3 മാസം മുൻപാണ് ഇയാൾ പുറത്തിറങ്ങിയത്. അമൽജ്യോതി കോളേജ് വിദ്യാർത്ഥി ശ്രദ്ധയുടെ മരണത്തിൽ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിന് കാത്ത് പോലീസ്. മൊബൈൽ, ലാപ്ടോപ്പ് എന്നിവ ഉൾപ്പെടെയുള്ളവയുടെ പരിശോധനാ ഫലം വന്ന ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂവെന്ന് അന്വേഷണ സംഘം പറയുന്നു. അന്വേഷണം തുടങ്ങിയ ഒരാഴ്ച പിന്നിടുമ്പോഴും ശ്രദ്ധയുടെ മരണം സംബന്ധിച്ച് നിർണായക വിവരങ്ങളൊന്നും കണ്ടെത്താനായില്ല എന്നാണ് സൂചന. മൊബൈൽ, ലാപ്ടോപ്പ് എന്നിവയുടെ പരിശോധനാ ഫലം നിർണായകമാകുമെന്നാണ് കരുതുന്നത്.
പരിശോധനാ ഫലം വേഗത്തിൽ ലഭ്യമാക്കാൻ തിരുവനന്തപുരത്തെ ലാബിനോട് കോട്ടയം ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് ആവശ്യപ്പെട്ടു. അതേസമയം കേസ് അന്വേഷണ വിവരങ്ങളൊന്നും അറിയിക്കുന്നില്ല എന്നാണ് ശ്രദ്ധയുടെ കുടുംബത്തിന്റെ പരാതി. കാസർഗോഡ് ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ മുഴുവൻ ഡയറക്ടർമാരെയും പ്രതി ചേർത്ത് ക്രൈംബ്രാഞ്ച് കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചു. മുൻ MLA MC കമറുദ്ദീൻ ഉൾപ്പെടെ 21 പേരാണ് പ്രതിപട്ടികയിൽ. MD പൂക്കോയത്തങ്ങൾ, മുഹമ്മദ് ഇഷാം എന്നിവരെ നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്തിരുന്നു. ഡയറക്ടർമാരായ 17 പേരെ കൂടി ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ ഹോസ്ദുർഗ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 168 കേസുകളുണ്ട്. 150 കോടിയോളം രൂപയുടെ തട്ടിപ്പ് കേസിൽ കുറ്റപത്രം ഉടൻ നൽകാനുള്ള ഒരുക്കത്തിലാണ് ക്രൈംബ്രാഞ്ച്. എറണാകുളം സെന്റ് മേരീസ് ബസലിക്ക തുറക്കുന്നതിൽ വീണ്ടും അനിശ്ചിതത്വം. സിറോ മലബാർ സഭ സിനഡ് നിയോഗിച്ച മെത്രാൻ സമിതിയും ബസലിക്ക പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായിരുന്നെങ്കിലും പിന്നീട് ധാരണയിൽ നിന്ന് പാരിഷ് കൌൺസിൽ പിന്മാറുകയായിരുന്നു. കോഴിക്കോട് തൊട്ടിൽപ്പാലം ടൗണിൽ തെരുവ് നായ ആക്രമണം. ഒരാൾക്ക് കടിയേറ്റു. സൂപ്പർമാർക്കറ്റ് ജീവനക്കാരനായ അക്കൽ സ്വദേശി സത്യനാഥനാണ് ആക്രമണത്തിനിരയായത്. ഇദ്ദേഹത്തെ കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് വീട്ടുമുറ്റത്ത് നിന്ന് യുവാവിന് തെരുവ് നായയുടെ കടിയേറ്റു. ബാലുശ്ശേരി ഉണ്ണികുളം സ്വദേശി ജിതേഷ് കുമാറിനാണ് നായയുടെ കടിയേറ്റത്. രാത്രിയിൽ വീടിന് പുറത്തേക്കിറങ്ങിയപ്പോഴായിരുന്നു ആക്രമണം. ജിതേഷിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വയനാട് ഇരുളം മരിയനാട്ടെ സ്വകാര്യ എസ്റ്റേറ്റിൽ ദിവസങ്ങളായി തമ്പടിച്ച കാട്ടാനകളെ തുരത്താൻ ശ്രമം തുടരുന്നു. സ്ഥലത്തെത്തിയ കുങ്കിയാനകൾ ഇവിടെ തുടരുകയാണ്. മരിയനാട്, ചേലക്കൊല്ലി, ഊർക്കടവ്, പാമ്പ്ര ഭാഗങ്ങളിൽ 1 മാസത്തിലധികമായി കാട്ടാനക്കൂട്ടം തമ്പടിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം കുങ്കിയാനകളെ ഉപയോഗിച്ച് കാട്ടാനകളെ ഉൾക്കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമം വിജയിച്ചിരുന്നു. മുത്തങ്ങ, ആനപ്പന്തിയിലെ ഉണ്ണികൃഷ്ണൻ, കുഞ്ചു എന്നീ കുങ്കികളെയാണ് കാട്ടാനകളെ തുരത്താൻ വനം വകുപ്പ് ഉപയോഗിക്കുന്നത്. മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ മുറിവാലൻ എന്ന കാട്ടാനയുടെ പരാക്രമം. രാത്രി റോഡിലെത്തിയ ആന വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുത്തു. മാട്ടുപ്പെട്ടി റോഡിലെ ഷൂട്ടിംഗ് പോയിന്റിന് സമീപം ആനയെ കണ്ടതോടെ ഇരുഭാഗത്തു നിന്നും എത്തിയ വാഹനങ്ങൾ ഏറെ നേരം നിർത്തിയിട്ടു. അതിനിടെ ആനയുടെ അടുത്തുകൂടി വാഹനമെടുക്കാൻ ശ്രമിച്ചതാണ് കാട്ടാനയെ പ്രകോപിപ്പിച്ചത്. വൈകുന്നേരത്തോടെ മുറിവാലനുമൊത്ത് കൂടുതൽ ആനകൾ ഷൂട്ടിംഗ് പോയിന്റിലെ പുൽമേടുകളിലേക്ക് എത്തി. രാത്രിയായതോടെയാണ് ഇവ റോഡിലേക്ക് ഇറങ്ങിയത്. പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാന പാതയിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ചു. കൂനത്തറ ആശാദീപം ബസ് സ്റ്റോപ്പിലെ വളവിലാണ് അപകടം. ഇരു ബസ്സുകളിലുമായി 40-ലധികം പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ബസ്സുകളിലെ ഡ്രൈവർമാരുടെ നില ഗുരുതരമാണ്. കോഴിക്കോട് തിരുവമ്പാടിയിൽ തമ്പലമണ്ണ സിലോൺ കടവിൽ കാർ പുഴയിലേക്ക് വീണ അപകടം. ഒരാൾ മരിച്ചു. പച്ചക്കാട് സ്വദേശി മുഹാജിറാണ് മരിച്ചത്. 2 പേരാണ് കാറിൽ ഉണ്ടായിരുന്നത്. കൊല്ലം പുനലൂരിൽ തീപിടുത്തം. പുനലൂർ തൂക്കുപാലത്തിന് സമീപമുള്ള കടകൾക്കാണ് തീപിടിച്ചത്. രാത്രി 12 മണിയോടുകൂടിയാണ് തീപിടുത്തമുണ്ടായത്. ബേക്കറിയും സമീപത്തെ ഗോൾഡ് കവറിംഗ് ആഭരണശാലയും കത്തിനശിച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ഗുജറാത്തിൽ കനത്ത നാശനഷ്ടം സൃഷ്ടിച്ച് ബിബോർജോയ് ചുഴലിക്കാറ്റ്. ഭാവനഗർ ജില്ലയിൽ ഒരു കുടുംബത്തിലെ 2 പേർക്ക് ജീവൻ നഷ്ടമായി. 23 പേർ പരിക്കേറ്റു. ഗുജറാത്തിലെ തീരപ്രദേശങ്ങളിൽ കാരത്തോട്ട ചുഴലിക്കാറ്റ് വൈകിട്ടോടെ ദക്ഷിണ രാജസ്ഥാനിൽ പ്രവേശിക്കുമ്പോഴേക്കും ചുഴലിക്കാറ്റ് ദുർബലമായി ന്യൂനമർദ്ദമായി മാറും. അതേസമയം രാജസ്ഥാനിലെ തെക്കൻ ജില്ലകളിൽ വ്യാപകമായി മഴ തുടരുകയാണ്. കശ്മീരിൽ ഭീകരർക്ക് വൻ തിരിച്ചടി നൽകി സുരക്ഷാസേന. കുപ്വാരയിൽ 5 ഭീകരരെ ഏറ്റുമുട്ടലിൽ സേന വധിച്ചു. കശ്മീർ പോലീസിന്റെയും സൈന്യത്തിന്റെയും സംയുക്ത ഓപ്പറേഷനിലാണ് സംഭവം. ജുമാഖണ്ഡ് മേഖലയിൽ ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. കൊല്ലപ്പെട്ട ഭീകരർ വിദേശ പൌരന്മാരാണെന്ന് കശ്മീർ ADGP വിജയകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ മാസം 13-ന് മാച്ചൽ മേഖലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 ഭീകരർ കൊല്ലപ്പെട്ടിരുന്നു. അറസ്റ്റിലായ തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജിയുടെ ജാമ്യാപേക്ഷയിൽ അല്പസമയത്തിനകം വിധി പറയും. ചെന്നൈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ED നൽകിയ കസ്റ്റഡി അപേക്ഷയിലും കോടതി വിധി പറയും. അതേസമയം ചികിത്സയിൽ കഴിയുന്ന സെന്തിൽ ബാലാജിക്ക് വിശദ പരിശോധന ആവശ്യമാണെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി. ബൈപ്പാസ് ശസ്ത്രക്രിയയ്ക്ക് മുൻപ് ശാരീരിക ക്ഷമത ഉറപ്പാക്കണമെന്ന് മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയും. സഹപ്രവർത്തകയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ തമിഴ്നാട് മുൻ DGPക്ക് 3 വർഷം തടവ് ശിക്ഷ. മുൻ സ്പെഷ്യൽ DGP രാജേഷ് ദാസിനെയാണ് വില്ലുപുരം കോടതി കുറ്റക്കാരനായി കണ്ടെത്തി ശിക്ഷിച്ചത്. വനിതാ IPS ഓഫീസറുടെ ആരോപണത്തെ തുടർന്ന് DGPയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നു. 2021 ഫെബ്രുവരിയിലാണ് വനിതാ IPS ഉദ്യോഗസ്ഥ പരാതി നൽകിയത്. അധികാരത്തിലെത്തിയാൽ ഇയാൾക്ക് ശിക്ഷ വാങ്ങി നൽകുമെന്ന് അന്ന് MK സ്റ്റാലിൻ ഉറപ്പ് നൽകി.
ഇപ്പോൾ വരുന്ന വാർത്ത, അരിക്കൊമ്പനെ കേരളത്തിന് കൈമാറണം എന്ന ഹർജി മദ്രാസ് ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. എറണാകുളം സ്വദേശി റബേക്ക ജോസഫ് നൽകിയ ഹർജിയാണ് മദ്രാസ് ഹൈക്കോടതി നിരാകരിച്ചത്. ആനയെ എവിടെ വിടണമെന്നത് തമിഴ്നാട് വനം വകുപ്പിന് തീരുമാനിക്കാവുന്നതാണെന്നും കോടതി പറഞ്ഞു. വിവരങ്ങളുമായി സഞ്ജയൻ ചേരുന്നു വിശദാംശങ്ങളുമായി. കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഹർജി സമർപ്പിക്കുകയാണ് എന്നുള്ള അവകാശവാദമൊക്കെയായിരുന്നു ഹർജിക്കാരുടെ ഭാഗത്തുനിന്ന്. അത് പൂർണ്ണമായും എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി തള്ളിയിരിക്കുകയാണോ കോടതി? അവർ തീർച്ചയായും ദിവസങ്ങൾക്ക് മുമ്പാണ് തിരുനെൽവേലി മുണ്ടൻതുറ വനമേഖലയിൽ അരിക്കൊമ്പനെ കമ്പത്ത് നിന്ന് മയക്കുവെടി വെച്ച് എത്തിച്ചത്. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലെ കമ്പം മേഖലയിലെത്തിയ അരിക്കൊമ്പൻ എന്ന ആനയെ വനംവകുപ്പ് പിടികൂടി തിരുനെൽവേലി ജില്ലയിലെ കളക്കാട് മുണ്ടൻതുറ കടുവ കേന്ദ്രത്തിൽ തുറന്നുവിട്ടിരുന്നു. ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും ഇല്ലാത്തതിനാൽ ആന അവിടെ ദുരിതം അനുഭവിക്കാനാണെന്നും അതുപോലെ തന്നെ ആനയെ കേരളത്തിലെ വനമേഖലയിൽ മറികെട്ടാൻ ചോരയിൽ എത്തിക്കണമെന്നായിരുന്നു റബേക്ക ജോസഫ് എറണാകുളം സ്വദേശിയുടെ ആവശ്യം. ഇതിന്റെ ഹർജിയിന്മേൽ ഇന്ന് വാദം കേൾക്കുകയായിരുന്നു. മധുര ബെഞ്ചിലായിരുന്നു ഹർജി സമർപ്പിച്ചിരുന്നത്. അരിക്കൊമ്പൻ ആനയെ അതുപോലെ റൌഡി എന്ന് പോലെ ചിത്രീകരിച്ച മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നും ഇതിന് നിരോധനം ഏർപ്പെടുത്തണമെന്നും ഹർജിക്കാരന്റെ ആവശ്യം. ജസ്റ്റിസുമാരായ സതീഷ് കുമാർ, ഭരത ചക്രവർത്തി എന്നിവരടങ്ങിയ ബെഞ്ച് മുമ്പാകെ ഇന്ന് കേസ് വീണ്ടും പരിഗണിച്ചപ്പോൾ കളക്കാട് മുണ്ടൻതുറ ആന ആരോഗ്യവാനാണെന്നും അവിടെ ആനയുടെ നീക്കങ്ങൾ നിരന്തരം വനവകുപ്പ് നിരീക്ഷിച്ചു വരികയാണെന്നും വനവകുപ്പ് പൂർണ്ണ ആരോഗ്യവാനാണെന്നും തമിഴ്നാട് വനവകുപ്പ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതിനെ അംഗീകരിച്ച് ആനയെ എവിടെ വിടണമെന്ന് തീരുമാനിക്കാൻ തമിഴ്നാട് വനവകുപ്പ് തീരുമാനിക്കുമെന്നും വിദഗ്ധരായ ഉദ്യോഗസ്ഥർ വനവകുപ്പിലുണ്ടെന്നും പറഞ്ഞ ഈ കേസിൽ കഴമ്പില്ലെന്നും പറഞ്ഞ ജഡ്ജിമാർ കേസ് അവസാനിപ്പിക്കുകയായിരുന്നു. അതേപോലെ മാധ്യമങ്ങളിൽ ആനയെ റൌഡി ആനയായി വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നുവെന്ന് ഹർജിക്കാരന്റെ ആവശ്യം. അതിന് വിലക്ക് ഏർപ്പെടുത്തണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യം അംഗീകരിക്കാൻ കോടതി വിസമ്മതിച്ചു. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയെയും മാധ്യമങ്ങളെയും പ്രതി ചേർത്ത് പ്രത്യേക കേസായി വേണമെങ്കിൽ വേറെ കേസ് നൽകാമെന്നും ഈ കേസ് പൊതു ഒരു ഉത്തരവ് കോടതിക്ക് പുറപ്പെടുവിക്കാനാവില്ലെന്നും പറഞ്ഞ് ഹർജി പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു അപർണ. സഞ്ജയൻ വിവരങ്ങൾ നൽകിയത്. അരിക്കൊമ്പനെ കേരളത്തിന് കൈമാറേണ്ട എന്ന മധുര ബെഞ്ചിന്റെ തീരുമാനം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബംഗാളിലെ സംഘർഷം തുടരുന്നു. സംഘർഷ മേഖലയായ സൌത്ത് 24 പർഗനാസിലെ ഭാങ്കറിൽ ഗവർണർ CV ആനന്ദബോസ് സന്ദർശനം നടത്തി. ഇന്നലെയുണ്ടായ സംഘർഷത്തിൽ 3 പേർ കൊല്ലപ്പെട്ടിരുന്നു. 48 മണിക്കൂറിനുള്ളിൽ കേന്ദ്രസേനയെ വിന്യസിക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറോടാണ് കോടതി നിർദ്ദേശം. സിമി നേതാവും 2003 മുലുന്ത് സ്ഫോടന കേസിലെ പ്രതിയുമായ ചാനപ്പറമ്പിൽ മുഹമ്മദ് ബഷീർ കാനഡയിൽ അറസ്റ്റിലായി. കാനഡയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കവെയാണ് പ്രതി പിടിയിലായത്. ഇയാളെ വിട്ടുകിട്ടാനുള്ള നടപടികൾ മുംബൈ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. പ്രതിക്കെതിരെ നേരത്തെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. 12 പേരുടെ ജീവനെടുത്ത മുലുന്ത് സ്ഫോടന കേസിലെ പ്രധാന പ്രതി കൂടിയാണ് മുഹമ്മദ് ബഷീർ. കാം ബഷീർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രതി കേരളത്തിലാണ് ജനിച്ചു വളർന്നത്. എയറോനോട്ടിക്കൽ എഞ്ചിനീയറായിരുന്ന ബഷീർ പിന്നീട് നിരോധിത സംഘടനയായ സിമിയിൽ ചേരുകയായിരുന്നു. സിമിയുടെ ദേശീയ അധ്യക്ഷനായി ഇയാൾ പ്രവർത്തിച്ചിരുന്നു. പാകിസ്ഥാനിൽ അഭയം തേടിയെന്ന് ആരോപിക്കപ്പെടുന്ന ഇന്ത്യയിലെ 50 മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലുകളുടെ പട്ടികയിലും ബഷീർ ഉൾപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം അടുത്ത ചൊവ്വാഴ്ച മുതൽ. അമേരിക്കൻ സന്ദർശനത്തിന് ശേഷം ഈജിപ്തിലും പ്രധാനമന്ത്രി സന്ദർശനം നടത്തും. 21-ന് ഐക്യരാഷ്ട്ര സംഘടന ആസ്ഥാനത്ത് അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടിക്ക് നേതൃത്വം നൽകും. 22-ന് അമേരിക്കൻ കോൺഗ്രസിന് ഇരുസഭകളെയും അഭിസംബോധന ചെയ്യും. 23-നാണ് വൈസ് പ്രസിഡന്റ് കമല ഹാരിസും സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കറുമായി കൂടിക്കാഴ്ച. 24-നും 25-നുമാണ് പ്രധാനമന്ത്രിയുടെ ഈജിപ്ത് സന്ദർശനം. ഈജിപ്ത് റിപ്പബ്ലിക് ആഘോഷ ചടങ്ങുകളിൽ നരേന്ദ്രമോദിയാണ് മുഖ്യാതിഥി. കേരളത്തിൽ പാൽ വിൽപ്പന രംഗത്ത് മിൽമയ്ക്ക് വെല്ലുവിളി ഉയർത്തി കർണാടക. സഹകരണ രംഗത്ത് പ്രവർത്തിക്കുന്ന കർണാടക മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷന് നന്ദിനി പാലാണ് മിൽമയ്ക്ക് ഭീഷണിയാകുന്നത്. മിൽമയുടെ എതിർപ്പ് അവഗണിച്ച് സംസ്ഥാന വ്യാപകമായി ഔട്ട്ലെറ്റുകൾ ആരംഭിക്കാനാണ് നന്ദിനിയുടെ ശ്രമം. MG രാധാകൃഷ്ണൻ ഫൗണ്ടേഷൻ നവീകരിച്ച കൂത്തമ്പല സമർപ്പണം തിരുവനന്തപുരത്ത് നടന്നു. തൈക്കാട്ടെ കുടുംബമായ മേടയിൽ വീട്ടിലെ കൂത്തമ്പലത്തിന്റെ ഉദ്ഘാടനം ഗായകൻ G വേണുഗോപാൽ നിർവഹിച്ചു. പ്രൊഫസർ ഓമനക്കുട്ടി, നിർമ്മാതാവ് സുരേഷ് കുമാർ, ഭാര്യ മേനക തുടങ്ങിയവർ പങ്കെടുത്തു. പൂർണ്ണമാകുന്നു ന്യൂസ് 18 എക്സ്പ്രസ്. നമസ്കാരം.